അപ്പോൾ ഇന്നത്തെ ഡിഷ് സാമ്പാർ. ഞാൻ എല്ലാറ്റിൻ്റെ കൂടി സാമ്പാർ കഴിക്കും കേട്ടോ. അടയുടെ കൂടെ വരെ സാമ്പാർ ഒഴിച്ച് കഴിക്കും. കുക്കറിൽ പരിപ്പിടാം. പരിപ്പിൽ മഞ്ഞൾപ്പൊടി ഇടണം കേട്ടോ. എന്നിട്ട് അത് വേവിക്കുക. പിന്നെ ഒരു പാൻ വെച്ചിട്ട് വെണ്ടക്കായ വറുത്തെടുക്കുക. ഈ പരിപ്പ് വെന്തയിലോട്ട് സവോള, തക്കാളി, കറിവേപ്പിൻ്റെ ഇല ഇട്ടിട്ട് മൂടി വെച്ചിട്ട് വേവിക്കുക. പിന്നെ നമുക്ക് അരയ്ക്കാൻ വേണ്ടിയിട്ട് ഉലുവിടുക, പരിപ്പ്, ഉഴുന്ന്, അരി. ഞാനൊരു റെസിപ്പി നോക്കിയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അതിൽ ഇന്ന അരി എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പച്ചരിയില്ലേ, ദോശയ്ക്കൊക്കെ അരയ്ക്കുന്ന അരി, അതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അരി ഇട്ട് കൊടുക്കുക. മല്ലിപ്പൊടി, മുളകും പൊടി, കായപ്പൊടി. മല്ലിപ്പൊടി കൂടുതലിട്ടിക്കണം, മുളകും പൊടി കുറവിട്ടിക്കണം. എന്നിട്ട് നന്നായിട്ട് വറുക്കുക. വറുത്തതിന് ശേഷം വെണ്ടക്കായ ഇട്ട് കൊടുക്കുക. പിന്നെ ഈ അരച്ചത് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായി തിളപ്പിക്കുക. തിളപ്പിച്ച് കഴിഞ്ഞാൽ തന്നെ നല്ല മണം വരും കേട്ടോ. പിന്നെ കടുക് താളിക്കുക. സൂപ്പർ സാമ്പാറാട്ടോ.